പാലക്കാട് പുതുപ്പരിയാരം ഞാറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരനെ ഇന്ന് പുലർച്ചെയാണ് ഒരു കാട്ടാന കൊലപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. കാരണം കാട്ടാന തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നു എന്ന വിവരം അറിഞ്ഞിട്ടും ഈ കാട്ടാനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ യാതൊരു രീതിയിലുള്ള നടപടികളും വനവകുപ്പ് ഉദ്യോഗസ്ഥർ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആക്ഷേപം. അത്തരത്തിലെ ആക്ഷേപം നിലനിൽക്കെ ഇന്ന് കുമാരൻ്റെ മൃതദേഹം ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ തയ്യാറാവാതെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം പിന്നീട് പാലക്കാട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ വനവകുപ്പിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെല്ലാം ഈ മേഖലയിലേക്ക് എത്തുകയും നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുങ്കിയാനയെ ഉൾപ്പെടെ ഈ ഞാറക്കോട് പ്രദേശത്തേക്ക് എത്തി റോന്ത് ചുറ്റിച്ച് കാട്ടാൻ എത്തുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമെന്നുള്ളത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഏതായാലും അത്തരത്തിൽ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ധോണി ക്യാമ്പിൽ ഉണ്ടായിരുന്ന അഗസ്ത്യൻ എന്ന് പറയുന്ന കുങ്കിയാനയെ ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഞാറക്കോട് മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാറക്കോടുള്ള വനാതിർത്തിയിലേക്ക് ഇപ്പോൾ അഗസ്ത്യനെ എത്തിച്ചിരിക്കുന്നു. ഇനി അഗസ്ത്യനെ ഉപയോഗിച്ചുകൊണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ റോന്ത് ചുറ്റും തുടർച്ചയായി ഈ ജനവാസ മേഖലയിലേക്ക് ഈ ഒറ്റയാൻ ഉൾപ്പെടെയുള്ള ആനകൾ എത്തുന്നുണ്ട്. കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു വിവരം നിലനിൽക്കെ ആനകൾ ഇനി ജനവാസ മേഖലയിലേക്ക് എത്താതെ തടയുന്നതിന് വേണ്ടി റെയിൽ ഫെൻസിംഗ് സംവിധാനം ഒരുക്കും എന്നുള്ള കാര്യം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ ഇനി ഈ ആനകളെ ഈ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതുവരെ ഈ കുങ്കിയാനയെ എത്തിച്ച് വനാതിർത്തിയിൽ റോന്ത് ചുറ്റും നിരീക്ഷണം നടത്തും എന്നുള്ള കാര്യം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ധോണി ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ അഗസ്ത്യൻ എന്ന് പറയുന്ന ഈ കുങ്കിയാനയെ ഈ ഞാറക്കോട് മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ദിവസങ്ങൾ ഈ കാട്ടാനെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നവരെ ഈ നിരീക്ഷണം തുടരാനാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഗസ്ത്യൻ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, വനവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്, DFO ജോസഫ് തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഈ കുങ്കിയാനയെ ഈ മേഖലയിലേക്ക് എത്തിച്ച് റോന്ത് ചുറ്റുന്നത്. ഇപ്പോൾ ഈ ആന, അതായത് കുങ്കിയാന ഉൾപ്പെടെ എത്തിച്ചുള്ള ഈ മേഖലയിൽ വെച്ചാണ് ഈ ഞാറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരനെ വീട്ടുവളപ്പിൽ വെച്ച് ഈ കാട്ടാന ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുമാരനെ ഈ ആന ആക്രമിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആന ഈ മേഖലയിൽ ഉണ്ട് എന്ന വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയുകയും ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആന പൂർണ്ണമായും കാട്ടിലേക്ക് കയറാൻ തയ്യാറാവാതെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഇത് വനവകുപ്പിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്തതാണ്. ഏതായാലും ഈ ഒറ്റയാൻ ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. ആനയെ പൂർണ്ണമായി ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നവരെ കുങ്കിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ അഗസ്ത്യൻ എന്ന് പറയുന്ന കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തും എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അഗസ്ത്യൻ എന്ന് പറയുന്ന ധോണിയിലെ കുങ്കിയാനയാണ്. ആ കുങ്കിയാനയെ ഇപ്പോൾ ഈ ഞാറക്കോട് മേഖലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയ്ക്കൊപ്പം ഉണ്ട്. ഏതായാലും ഇത് വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള കാടാണ്. ധോണി മലയാണ് ഈ മേഖലയിലുള്ളത്. ധോണി മുണ്ടൂർ കോർമ മേഖലയാണ്. ഈ കോർമ മേഖലയിൽ നിന്നും പിന്നീട് ഞാറക്കോട് ആ മേഖലയിലൂടെ ഈ കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്താനാണ്, അല്ലെങ്കിൽ റോന്ത് ചുറ്റിച്ച് നിരീക്ഷണം നടത്താനാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഏതായാലും ഈ നിരീക്ഷണം തുടരും. ആ നിരീക്ഷണം എന്ന് പറയുന്നത് കാട്ടാന പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറുന്നത് വരെ ഈ റോന്ത് ചുറ്റി നിരീക്ഷണം നടത്തും എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ഹർക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.